ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആൻഡ് ഫൈനലി നമ്മുടെ എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് കുറച്ച് സമാധാനമായത്. ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് ബുക്ക് കാണാനില്ല. അപ്പോൾ ഇന്ന് ബയോളജി ആയിരുന്നു നമ്മുടെ എക്സാം. ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ സുവോളജിയും ബോട്ടണിയും ഒരുമിച്ചായിരുന്നു. 2 hours ആണ് ടൈം. 60 മാർക്കിലാണ് എക്സാം. 30 സുവോളജിക്കും 30 ബോട്ടണിക്കും. അപ്പം ഇന്നത്തെ ഒരു എക്സാമിൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ബോട്ടണി നല്ല രീതിയിൽ ടഫ് ഉണ്ടായിരുന്നു, പക്ഷേ സുവോളജി വളരെ ഈസി ആയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ആദ്യം പഠിച്ചത് സുവോളജി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെയാണ് ബോട്ടണി എടുത്തത്. അപ്പം ബോട്ടണിക്ക് പഠിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡൊന്ന് വായിച്ചു പോയതിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ബോട്ടണി കുറച്ചും കൂടി ടഫായിട്ട് തോന്നിയത്. അപ്പം ബോട്ടണി ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് സെക്ഷനിൽ 3 ആൻസർ എഴുതാനുണ്ടായിരുന്നു. ഭാഗ്യത്തിന് 3 ശരിയായിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അവിടെ ഞാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു കേട്ടോ. സോറി, 6 മാർക്കല്ല, 6 എഴുതാനുണ്ടായിരുന്നല്ലോ. അത് വന്നിട്ട് കുറച്ച് ടഫായിട്ട് തോന്നി കേട്ടോ. എനിക്കെന്തോ ആ ഒരു സൈഡ് കുറച്ചങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ 6th ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുണ്ടായ ഏതോ ഒരു ഫിഗറാണ്. ഞാൻ ഫിഗറെല്ലാം നോക്കാൻ സത്യത്തിൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ 7th ചെയ്തിട്ടുണ്ട്, 8th ചെയ്തിട്ടില്ല, 9th ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പിന്നെ 10th എഴുതിയിട്ടില്ല. 11th 12th 14 15 16 ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ 13ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അവിടുത്തെ ഇപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ 3 അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നല്ലോ, അവസാനത്തെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ 19ാമത്തെ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട് കേട്ടോ. 20 എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ഉത്തരവും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ക്വസ്റ്റ്യന് സ്കിപ്പ് ചെയ്തു. അപ്പം ബോട്ടണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. പിന്നെ സുവോളജിയൊക്കെ ഞാൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് 4 5 എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇവിടെ 9 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ 6th 1 ഞാൻ നല്ല രീതിയിൽ പഠിച്ചു പോയിട്ട് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ 7th 1 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 8th 1 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 8th എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യനാണ്. 9th 1 അതേപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോൾ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യം വായിച്ചപ്പോൾ പിന്നെ മനസ്സിലായി. 10th അതേപോലെ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 11 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 12 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 13 പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആ ഭാഗം തന്നെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 15 അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 16 അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 16 പക്ഷേ എനിക്ക് ഒരു D എഴുതാൻ മറന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ABC എഴുതി, പിന്നെ D പിന്നെ എഴുതാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഓർമ്മ ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. പിന്നെ എക്സാം കഴിഞ്ഞ് വന്നപ്പോഴാണ് അത് പെൻഡിങ് ആയിട്ടുള്ള കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ആ മാർക്ക് പോയി. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 18 അറ്റൻഡ് ചെയ്തിട്ടില്ല. 19 നല്ല ഈസി ഉണ്ടായിരുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിൻ്റെ കാര്യങ്ങൾ. ഈ ഒരു എക്സാം എല്ലാവർക്കും ഈസി ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.